അവിടെ ഇത്തരം ചില തന്ത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. വളരെ കൃത്യമായി മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പോലും ബി ജെ പി മത്സരിപ്പിച്ചില്ല. മറുഭാഗത്ത് NDA സഖ്യത്തിൽ 7 സ്ഥാനാർത്ഥികളാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നത്. പൊതുവെ ബീഹാറിൽ 35 സ്ഥാനാർത്ഥികളാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ മുസ്ലിം മതവിഭാഗത്തിന് കിട്ടേണ്ട വോട്ടുകളെ ഒരൊറ്റ പോക്കറ്റിലേക്ക് എത്തിക്കുക, മറുഭാഗത്ത് ഹിന്ദു വോട്ടുകൾ, അത് പലപ്പോഴും ശിഥിലമായി നിന്നിരുന്ന വോട്ടുകൾ ഉണ്ട് എന്നതുകൂടിയാണല്ലോ ബീഹാറിൻ്റെ ജാതി രാഷ്ട്രീയം. അതിനെ കൃത്യമായി ചലിപ്പിക്കാനും ആ ഹിന്ദു ഏകീകരണത്തിലേക്ക് എത്തിക്കാനും അങ്ങനെ അത് വോട്ടാക്കി മാറ്റാനും ഈ തെരഞ്ഞെടുപ്പിൽ NDAക്കും BJPക്കും സാധിച്ചിട്ടുണ്ടോ? കൃത്യമായി പെട്ടിയിലാക്കാൻ BJPക്ക് NDAക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നിതീഷ് അവിടെ ഒരു വലിയ ഫാക്ടർ ആവുന്നത്. ഇത് കൂടെ കാരണം നിതീഷ് കുമാറിൻ്റെ കൂടെ എല്ലാ കാലത്തും ഉള്ളതാണ് EBC വിഭാഗങ്ങളുടെ വോട്ട്. ഏതാണ്ട് 36% വരും EBC, പ്രത്യേകിച്ച് അതിപിന്നോക്ക എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറി. നിതീഷ് തന്നെയാണ് 2005 മുഖ്യമന്ത്രിയായ ശേഷം EBC കാറ്റഗറി കൊണ്ടുവരുന്നത്. ഇത് കൂടാതെ നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് ബാങ്ക് ഉള്ള സംസ്ഥാനം കൂടിയാണ് ബീഹാർ. അതായത് ബീഹാറിൽ മറ്റൊരു BJP നേതാവിന് ഒരു പാൻ ബീഹാർ ഇമേജ് ഇല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് സ്വന്തമായ ഒരു ബീഹാറിൽ വോട്ടുകളുണ്ട്. അങ്ങനെ ഈ 2 നേതാക്കളുടെ കൂടി പ്രതിച്ഛായ അല്ലെങ്കിൽ ഇമേജ് കൂടിച്ചേർന്നതാണ് BJPയുടെ ഇത്തവണത്തെ വിജയം എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ചെറിയ ചെറിയ ജാതികൾ, പ്രത്യേകിച്ച് ബീഹാറിൽ എന്ന് പറയുന്നത് ജാതി രാഷ്ട്രീയം വളരെ സജീവമായി പ്രകടമായുള്ള സംസ്ഥാനമാണ്. അതിൽ തന്നെ NDA എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപേന്ദ്ര കുശ്വാഹയ്ക്ക് 6 സീറ്റുകൾ നൽകി, അവർക്ക് 4 സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു. കുശ്വാഹ വിഭാഗത്തിന് ഏതാണ്ട് 6% വോട്ടുണ്ട് ബീഹാറിൽ. പസ്വാൻ വിഭാഗം ഏതാണ്ട് 6% വരും. ചിരാഗ് പാസ്വാൻ 29 സീറ്റുകൾ നൽകി. ചിരാഗ് പാസ്വാനെ ദളിത് വോട്ടുകൾ എന്നതിനപ്പുറത്തേക്ക് യുവാക്കളുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയും. ഒരു യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യനായ നേതാവ് എന്നൊരു അഭിപ്രായം പൊതുവെ BJPക്ക് ഉണ്ടായിരുന്നു. മാത്രവുമല്ല അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടും രാംവിലാസ് പാസ്വാന് പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ മകൻ തന്നെയാണ്, മറിച്ച് അനിയനല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ മുന്നണിയുടെ ഭാഗമാക്കുന്നത്. അങ്ങനെ ഒരു സഖ്യ രൂപീകരണത്തിൽ BJP വലിയ തോതിൽ വിജയിച്ചു എന്ന് പറയാം. മറുവശത്തേക്ക് വരുമ്പോൾ RJD കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് അത്തരത്തിലൊരു പ്രതിച്ഛായുള്ള നേതാവ് നരേന്ദ്രമോദിക്ക് ബീഹാറിലുള്ളതുപോലെയുള്ളൊരു പ്രതിച്ഛായ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെയും വലിയ പതനത്തിന് കാരണം. മാത്രവുമല്ല RJD വലിയൊരു പ്രകടനം നടത്തിയാൽ പോലും കഴിഞ്ഞ തവണത്തേതുപോലെ എത്തി നിൽക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അവിടെ കോൺഗ്രസിൻ്റെ പ്രകടനം RJDക്ക് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ വരണമെങ്കിൽ RJDക്ക് അപ്പുറത്തേക്ക് സഖ്യകക്ഷികളുടെ വലിയ മുന്നേറ്റം നടത്തണമായിരുന്നു. പക്ഷേ അത് ഇത്തവണ ഉണ്ടായില്ലെന്ന് മാത്രമല്ല RJDക്ക് അവരുടെ കോർ വോട്ട് ബാങ്കിൽ പോലും വിള്ളൽ വീഴുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്തത്. അതായത് യാദവ് മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വീണതുകൊണ്ട് തന്നെയാണ് RJD ഇപ്പോൾ 40 സീറ്റിലേക്ക് താഴേക്ക് ഒതുങ്ങി. അതായത് മിഥുൻ വിജയകുമാർ, അതായത് ഈ RJDയെ സംബന്ധിച്ചിടത്തോളം അവരെ നിലനിർത്തിയിരുന്നത് ലാലു പ്രസാദ് യാദവിനെ നമുക്കറിയാം, അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിനെ രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിച്ചതിലൊക്കെ നിതീഷ് കുമാറിനും വലിയ പങ്കുണ്ട് എന്നത് നമുക്കറിയാം. പക്ഷേ ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ലാലു പരിവാർ എന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നായിരുന്നല്ലോ. അതാണല്ലോ ലാലു പ്രസാദിന് രാബ്രി ദേവി അടക്കം മുൻസീറ്റിൽ ഇരുത്തിക്കൊണ്ട് ഭരണം നടത്താൻ സാധിച്ച ഒരു സാഹചര്യം. ഇത് ലാലുവിൻ്റെ മണ്ഡലത്തിൽ, രാബ്രി ദേവിയുടെ മണ്ഡലത്തിൽ അവിടെയാണ് തേജസ്വി യാദവ് പിന്നോട്ട് പോകുന്നത് എന്നത് മാത്രവുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ സീറ്റ് നില കുത്തനെ ഇടിയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RJDയുടെ സീറ്റ് നില എന്നത് ഏതാണ്ട് 1/3 കുറഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. 28ലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിയ പ്രതിസന്ധി RJDക്ക് സൃഷ്ടിക്കുവാനുള്ള സാധ്യതയില്ലേ? RJD എന്ന പാർട്ടി ഏതാണ്ട് ഇല്ലാതാവുകയോ അതല്ലെങ്കിൽ പിളരുകയോ ഒക്കെ ചെയ്യുവാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ പറ്റുമോ? തീർച്ചയായും നമ്മളിവിടെ കാണേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം തേജ് പ്രതാപ്പ് മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് തേജ് പ്രതാപ്പും കോൺടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും RJDക്കെതിരെ തന്നെയാണ് അത് പ്രതിഫലിക്കുന്നത്. മാത്രമല്ല പക്ഷേ അങ്ങേറ്റം പിന്നിലാണ് കേട്ടോ. ഏതാണ്ട് 10,000-ലധികം വോട്ടിന്റെ പിന്നിലായിരുന്നു ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 26,563 വോട്ടിനാണ് തേജ് പ്രതാപ് പിന്നിൽ നിൽക്കുന്നത്. അതെ അതെ, പക്ഷെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ കൺസോളിഡേഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ കാണാതെ പോയൊരു കാര്യം എന്താ വെച്ചാൽ യൂത്ത് വോട്ടുകൾ, അതായത് BJPയും ഇപ്പൊ NDA മൊത്തത്തിൽ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു ജംഗൽ രാജിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവർ പലപ്പോഴും ക്യാമ്പയിൻ ചെയ്തത്. പക്ഷെ
യൂത്ത് എന്ന് പറയുന്നത് ഈ ജൻസിയിൽപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും ഈ ജംഗൽ രാജിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അവരെ പോലും കൺവിൻസ് ചെയ്യാൻ RJDക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഈ മഹാഗഠബന്ധന് സാധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാന പരാജയം. കാരണം 58% വരുന്ന ഒരു യൂത്ത് പോപ്പുലേഷനുള്ള ഒരു സ്റ്റേറ്റ് ആണ് അതില്. അപ്പൊ അത് മാത്രവുമല്ല, ഈ RJD തന്നെ ചോദിച്ചിരുന്നു, ഈ ഇപ്പോഴത്തെ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന യൂത്തന്മാരൊന്നും ജനിച്ചിട്ട് പോലുമില്ല, അതിനു മുമ്പുണ്ടായിരുന്ന കുറച്ച് ചരിത്രമൊക്കെ എന്തിനാ ഇങ്ങനെ വിളമ്പുന്നത് എന്നതായിരുന്നു ചോദ്യം. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം മോദി ജംഗൽ രാജിനെ കുറിച്ച് പറഞ്ഞു. അതെ, പക്ഷെ അങ്ങനെ ജംഗൽ രാജിനെ കുറിച്ച് പറയുന്നതിന് ഒട്ടും കൺവിൻസിങ് അല്ലാത്തൊരു വലിയ വോട്ടർ ബേസ് അവിടെ ഉണ്ടായിട്ട് പോലും, ഒരു ജൻസി പോപ്പുലേഷൻ അവിടെ ഉണ്ടായിട്ട് പോലും അവർക്ക് അതിനെ കൺവിൻസ് ചെയ്യാനോ കൺവേർട്ട് ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു പക്ഷേ നമുക്ക് ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടികളൊക്കെ വന്നിട്ട് സെയിം, അതായത് ഈ RJD ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ, അതായത് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസിനെ ജൻസിക്ക് ഏറ്റവും കൂടുതൽ അപ്പീൽ ആവുന്ന കാര്യങ്ങൾ പറയുന്ന മറ്റ് പാർട്ടികൾ വന്നു. അതുകൊണ്ട് അതിന്റെ അവിടെ ഒരു സ്പ്ലിറ്റ് വന്നു. അപ്പൊ NDAക്ക് ഇതെല്ലാം ഫേവർ ചെയ്തു എന്ന് വേണം നമ്മൾ പറയാൻ. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ EBCs, അവിടുത്തെ ഒരു 26% വരുന്ന EBC, 16% വരുന്ന ദലിത്സ്, ഈ അപ്പർ കാസ്റ്റിന്റെ 11% വോട്ടുകൾ, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഉപേന്ദ്ര ഖുശ്വ അല്ലെങ്കിൽ മറ്റ് കാസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ തന്നെ ഒരു വൈഡർ അലയൻസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മഹിളാ വോട്ടർമാരുടെ വലിയൊരു സപ്പോർട്ട് കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് NDAക്ക് അവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക അവരുടെ ഒരു വിജയത്തിന് കാരണമായി നിൽക്കുന്നത്. പിന്നെ ഈ HAM, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച അല്ലെങ്കിൽ രാഷ്ട്രീയ ലോക് മോർച്ച, അങ്ങനെയുള്ള പാർട്ടികളൊക്കെ കൊണ്ടുവന്ന് ജിതൻ രാം മാഞ്ചി, അപ്പൊ ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ബീഹാറിലെ വലിയ മഹാദളിത് ഗ്രൂപ്പുകളൊക്കെ തന്നെ NDAക്ക് ഒപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. ഇപ്പം പിന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പാസ്വാൻ അവിടുത്തെ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അവരെ കൂട്ടുപിടിച്ച, അതായത് 23-ൽ ചിരാഗ് പാസ്വാൻ വന്നതിന് ശേഷം മുമ്പുണ്ടായിരുന്ന ആ ചോർച്ച പോലും ഇല്ലാതാക്കി. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഇലക്ഷൻ പ്ലാനിങ്ങിലൂടെ തന്നെയാണ് BJP ഈ ഒരു ഇലക്ഷൻ നേരിട്ടത്, അല്ലെ NDA ഈ ഇലക്ഷൻ നേരിട്ടത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ പോപ്പുലാരിറ്റി അത് വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കോൺഗ്രസിന്റെ അവിടുത്തെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അപ്പൊ അദ്ദേഹം മത്സരിക്കുന്ന കുടുംബ എന്ന് പറഞ്ഞ അസംബ്ലിയിൽ പോലും അദ്ദേഹം ഈ HAMന്റെ കാൻഡിഡേറ്റിന് ഒരുപാട് പിറകിലാണ് നിൽക്കുന്നത്. അതായത് ഈ 1990-കൾ വരെ ബീഹാറിന്റെ അധികാര ചക്രത്തിൽ നിർണായകമായിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം തിരശ്ശീലയിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം, വേദിയിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് മാത്രവുമല്ല, കോൺഗ്രസിന്റെ അണികൾ തന്നെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഒരു മുഖം ഉണ്ടാകുന്നില്ല കോൺഗ്രസിൽ നിന്ന്. അതായത് തേജസ്വി യാദവ് മഹാസഖ്യത്തെ അല്ലെങ്കിൽ മഹാഗഠബന്ധനെ നയിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീ ദേവരാജൻ, താങ്കൾ ചർച്ചയുടെ റൈറ്റ് യെസ് ഞാൻ മറ്റു ഗസ്റ്റുകളിലേക്ക് വരാം. അതിനു മുമ്പ് വേണുഗോപാൽ സാർ, ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മഹാസഖ്യത്തിൻ്റെ നിലനിൽപ്പ് എന്നതിനോടൊപ്പം തന്നെയാണല്ലോ മറുചേരിയിലെ ഭാഗം, അതായത് JDUവിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായത് ഇപ്പോഴത്തെ നമുക്ക് ഈ സീറ്റ് നിലയൊക്കെ പരിശോധിക്കുമ്പോൾ JDUവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ നേട്ടമാണല്ലോ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഡേറ്റകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രേക്ഷകരോട് ആവർത്തിക്കുകയാണ്, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഔദ്യോഗികമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പോലും JDU 81 സീറ്റുകളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണ കേവലം 15% വോട്ടുകൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDUവിന് ലഭിച്ചത്. ആ JDU ആണ് ബീഹാറിനെ ഭരിച്ചത് എന്നതും പ്രത്യേകതയാണ്. പക്ഷേ ഇത്തവണ 38 സീറ്റുകൾ എന്ന നിലയിലേക്ക് അവർ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നത് വസ്തുതയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നത്. JDU ആകട്ടെ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകൾ നേടുന്നു എന്നുള്ളതാണ്, 81ലേക്ക് എത്തുന്നു. അപ്പോൾ നിതീഷ് കുമാർ എന്ന നേതാവ്, അദ്ദേഹത്തിന് വാർദ്ധക്യമാണ്, അദ്ദേഹത്തെ അങ്കിൾ എന്നാണ് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വിശേഷിപ്പിച്ചിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇനി രാഷ്ട്രീയത്തെ നയിക്കാനോ ബീഹാറിനെ നയിക്കാനോ ഒന്നും ശേഷിയില്ല എന്ന വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇതാ ഈ ചെറു പാർട്ടികളെ ഇല്ലാതാക്കുന്നു BJP എന്ന ആരോപണത്തിന് ഒരു മറുഭാഗം ഉണ്ടാവുകയാണോ? JDU കൂടുതൽ സ്ട്രോങ് ആയോ? തീർച്ചയായിട്ടും. അതായത് BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് JDUവിനെ പിണക്കാതിരിക്കുക, JDUവിന് ഒരു കുറവും വരുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളിലെ സീറ്റ് ഷെയർ വെച്ചിട്ട് 101 തുല്യമായിട്ട് കൊടുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ BJPക്ക് വാദിക്കാമായിരുന്നു. കാരണം ഞങ്ങളെക്കാൾ ഒരുപാട് സീറ്റിന് പുറകിലാണ് നിങ്ങൾ, ഞങ്ങൾക്ക് 80 ഉള്ളപ്പോൾ നിങ്ങൾക്ക് 46 ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പകുതി സീറ്റിൽ ഞങ്ങൾ 150 സീറ്റ് മത്സരിക്കും, നിങ്ങൾ ഒരു 75 സീറ്റ് മത്സരിച്ചാൽ മതിയെന്ന് വേണമെങ്കിൽ JDUവിന് പറയാമായിരുന്നു ആ സ്ട്രെങ്ത് വെച്ചിട്ട്. പക്ഷേ അവർ പറയാതിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് നല്ലപോലെ അറിയാം JDU എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ്.
നിതീഷ് കുമാറിന് JDU, അതായത് JDUവിൻ്റെ 50% വോട്ടെന്ന് പറയുന്നത് നിതീഷ് കുമാർ എന്ന ഒരു ഒറ്റ വ്യക്തിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിതീഷ് കുമാറിനെ BJP നോവിക്കാതെ കൊണ്ടു നടക്കുന്നത്. കാരണം എന്തെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ഡൈവ് ചെയ്യാൻ മിടുക്കനാണ്. സമ്മർ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സമ്മർ സോൾട്ട് അടിക്കുന്ന ആരെയും ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ആ സമ്മർ സോൾട്ട് ചെന്ന് വീഴുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന തട്ടകത്തിൽ 4 കാലും പൊക്കിയായിരിക്കും. ആ വിധത്തിൽ അദ്ദേഹത്തിന് കളിക്കാനറിയാം. അങ്ങനെ നിൽക്കുന്ന ഒരു കളിക്കാരനാണ് നിതീഷ് കുമാർ. ഗെയിം ചേഞ്ചറാണ്. ഒപ്പം നിതീഷിന്റെ ഇന്നലകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ 5 തവണ കളം മാറ്റി ചവിട്ടിയ നേതാവ് കൂടിയാണ്. അതുമാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ശേഷം മറുചേരിയിൽ നിന്നുള്ളവരെ അടർത്തിയെടുത്തുകൊണ്ട് ഭരണത്തിലേറുക. അതായത് നിതീഷ് എപ്പോഴും ഭരണത്തിന്റെ ഭാഗമായിരിക്കും. കഴിഞ്ഞ കുറേ നാളത്തെ ചരിത്രം പരിശോധിച്ചാൽ